പ്രൈസ് ലോർഡ്. ജീവിതത്തിൽ പല കുറവുകളും തെറ്റുകളും പരാജയങ്ങളും ഒക്കെ വന്നിട്ട് ഭാരത്തോടെ ഇരിക്കുന്ന ഒത്തിരി വ്യക്തികൾ, ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. എങ്ങനെ കഥാപിച്ച എനിക്കൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നോട് കൂട്ടുകൂടാൻ ഒരു ഫ്രണ്ട്സും എൻ്റെ ചുറ്റിനില്ല, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ വിട്ട് മാറിപ്പോയിരിക്കുക, എന്നെ അക്സെപ്റ്റ് ചെയ്യാനോ എനിക്കൊരു ആശ്വാസ വാക്ക് പറഞ്ഞു തരാനോ ആരുമില്ലെന്നൊക്കെ ഓർത്ത് ഭാരത്തോടെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആരെന്നോട് കരുണ കാണിക്കും, ആരെന്നെ സ്നേഹിക്കും, എനിക്കൊരു നല്ല ഭാവി ഇനി ഉണ്ടാകുമോ, അല്ലെങ്കിൽ എൻ്റെ മേലുള്ള മേലെഴുത്ത് എങ്ങനെ മാറും എന്നൊക്കെ ഓർത്ത് ഒത്തിരി ഭാരത്തോടെ ഇരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ പരാജയം വന്നു, തെറ്റ് വന്നു, കുറവ് വന്നു, പാപം വന്നപ്പ ഞാൻ അതിനകത്തുനിന്ന് എങ്ങനെ പുറത്തു വരും, ആ ഒരു പാപത്തിൻ്റെ കറ എന്നിൽ നിന്ന് എങ്ങനെ മായ്ച്ചു കളയാൻ കഴിയും എന്നൊക്കെ ഓർത്ത് ഒത്തിരി ഭാരത്തോടെ ഇരിക്കുന്നത്. എനിക്കൊരു നല്ല ഫ്യൂച്ചർ ഇനി ഉണ്ടാകുമോ എന്നൊക്കെ ഓർത്ത് ഒത്തിരി ഭാരത്തോടെ ഇരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, യേശുപ്പച്ച പറയാ, പർവ്വതങ്ങളൊക്കെ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറത്തില്ല. നോഹയ്ക്ക് ദൈവം കൊടുത്തൊരു പ്രോമിസ് ഉണ്ട്, ഇനി ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ജലപ്രളയം അല്ലെങ്കിൽ ഇങ്ങനെ ഭൂമി മുക്കിക്കളയത്തില്ല എന്ന് കൊടുത്ത പ്രോമിസ് പോലെ ഞാൻ നിനക്കൊരു പ്രോമിസ് തരിക. നീ എൻ്റെ സന്നിധിയിൽ മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ, നീ നിൻ്റെ ജീവിതത്തിലെ കുറവുകളും പരാജയങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ, ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണം തരുന്നേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് വീണ്ടെടുപ്പുകാരൻ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോൾ നിന്നെ നിത്യതയോടെ നിന്നെ ചോർത്തി പിടിക്കുന്ന, നിന്നെ വീണ്ടെടുക്കുന്ന ഒരു യേശുപ്പച്ചൻ്റെ സ്നേഹമാണ്, ആ തലോടൽ, ആ കരുതൽ അനുഭവിക്കാൻ നിനക്ക് കഴിയും. അതുകൊണ്ട് ജീവിതത്തിൽ വന്ന കുറവും പരാജയവും ഒന്ന് ഓർത്ത് ഭാരപ്പെടണം. മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ നിന്നെ ചോർത്തി പിടിച്ച് നിനക്കൊരു പുത്തൻ ജീവിതം തരാൻ, പുതിയൊരു ലൈഫ് നിനക്ക് തരാൻ, നിന്റെ മേലുള്ള വാഗ്ദത്തത്തെ നിറവേറ്റുവാൻ, നിനക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത നിലവാരത്തിൽ, അല്ലെങ്കിൽ നിന്റെ പേരൻസിനോ നിന്റെ ചുറ്റുമുള്ളവർക്കോ നിന്റെ ഭാവിയെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ നിന്റെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ നിന്റെ പ്രാപ്തി കൊണ്ടോ നിന്റെ മിടുക്കിൻ്റെ കൂടുതലോ നിന്റെ സാമർത്ഥ്യത്തിൻ്റെ കൂടുതലോ നിന്റെ പഠിപ്പിൻ്റെ മിടുക്കോ ഒന്നുമല്ല കുഞ്ഞെ. പക്ഷേ നീ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കരയാൻ തയ്യാറാണെങ്കിൽ, നിനക്കൊരു പുത്തൻ ലൈഫ് തരാൻ, നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ തരാൻ, നിന്നെ മാനിക്കുവാൻ പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറത്തില്ല എന്ന സമാധാനമായൊരു നിയമം നിന്നോട് അരുളി ചെയ്യുന്ന, നിനക്ക് നൽകിത്തരുന്ന ഒരു ദൈവിക സാന്നിധ്യം ലോകത്ത് ഒരു മനുഷ്യനും നിനക്ക് അങ്ങനെ ഒരു പ്രോമിസ് തരാൻ പറ്റത്തില്ല. പക്ഷേ യേശുപ്പച്ചനൊരു വാക്ക് പറഞ്ഞാൽ അതിനകത്ത് മാറ്റം വരത്തില്ല. നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. നിന്നെ ഇന്ന് കുറ്റം വിധിക്കുന്നവരുടെ നാവിനെയൊക്കെ ദൈവം അടയ്ക്കും. നീ ദൈവസന്നിധിയിൽ മടങ്ങി വന്ന് കർത്താവിനോട് പറ്റിയിരിക്കാൻ തയ്യാറാകുമ്പോൾ, നിന്റെ പ്രെയർ ലൈഫ് നീ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാകുമ്പോണ്ടോ, നിന്റെ കുറവുകൾ പറഞ്ഞ് കുറ്റം വിധിക്കുന്ന നാവിനെയൊക്കെ ദൈവം അടയ്ക്കും. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും, ദൈവം നിനക്ക് വേണ്ടി കൽപ്പിക്കും, ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഇടയായി തീരും. എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുള്ളതോ, ചുറ്റുമുള്ള ആർക്കും നിൻ്റെ ഫ്യൂച്ചർ നിനക്ക് പോലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിൻ്റെ ഭാവി എവിടം വരെ എത്തുമെന്ന്, നീ എത്രമാത്രം ഉന്നതത്തിൽ എത്തുമെന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. അവരൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷനും പരാജയങ്ങളും അല്ലെങ്കിൽ കുറവുകളും ഒക്കെ കണ്ട് നമ്മളെ വിധി എഴുതുന്നവരാ, നമുക്ക് മേലെഴുത്ത് നൽകുന്നവരാ. പക്ഷേ ആ മേലെഴുത്തിനെയൊക്കെ ശത്രു പറഞ്ഞ മേലെഴുത്തിൽ, അല്ലെങ്കിൽ ചുറ്റുമുള്ള നിന്റെ പേരൻസും ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞ മേലെഴുത്തിനെ മാറ്റിമറിച്ചുകൊണ്ട് നിന്റെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ നിറവേറ്റി നിന്നെ ആദരിക്കുന്ന, നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ വഴിയല്ല നിങ്ങളുടെ വഴി, അത് ആകാശവും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രമാത്രം അതൊരിക്കലും അളക്കാൻ പറ്റും. പക്ഷെ അത്രമാത്രം ദൈവം നിനക്ക് വേണ്ടി വിചാരപ്പെടുന്നു, അത്രമാത്രം ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വഴികൾ, ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നന്മ, ആ ഫ്യൂച്ചർ അത്രമാത്രം ഉന്നതമാണ് കുഞ്ഞെ. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെട്ടു പോകണ്ട. എൻ്റെ ഫ്യൂച്ചർ ഇവിടെ തീർന്നെന്ന് പറഞ്ഞ് ഭാരപ്പെടണ്ട. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എൻ്റെ മേലെഴുത്തിനെ എങ്ങനെ മായ്ച്ചു കളയും എന്നൊന്നും ഓർത്ത് നെടുവീർപ്പിടണ്ട. അല്ലെങ്കിൽ ഇനി ഒരു ജീവിതം എനിക്ക് വേണ്ട, ഈ ലൈഫ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക എന്നൊന്നും ഓർത്ത് ഭാരപ്പെട്ടിരിക്കേണ്ട. അങ്ങനെയുള്ള ദുഷ്ടചിന്തകൾ ഹൃദയത്തിൽ വരുമ്പോൾ അതിനെ വചനം പറഞ്ഞ് ആത്മാവിൽ അതിനെ ജയമെടുപ്പാൻ, ആത്മാവിൽ അതിനകത്തുനിന്ന് പുറത്തു വരുവാൻ നീ തയ്യാറാകുമ്പോൾ ദൈവിക കരുതലുണ്ടല്ലോ, ദൈവിക സംരക്ഷണം, ആ സാന്നിധ്യം
സാന്നിധ്യം, ആ തലോടൽ, യേശുപ്പച്ചൻ്റെ പ്രസൻസ് നമ്മുടെ ലൈഫിൽ അനുഭവിക്കാൻ തക്കോണം ഇടയായിത്തരും. ഒറ്റയ്ക്കായിരിക്കും, ആരും കാണത്തില്ല സപ്പോർട്ട്. ചുറ്റും 100 പേരാണെങ്കിൽ 100 പേരും നിനക്ക് എതിരായിരിക്കും. പക്ഷേ നീ നിന്റെ ഹൃദയങ്ങളെ പകരാൻ, നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നിന്റെ ഭാരത്തെ ഇറക്കി വെക്കാൻ തയ്യാറാകുമ്പോൾ, കർത്താവിന് സന്നിധി നീയാകേണ്ടതുപോലെ ആയിത്തീരാൻ തയ്യാറാകുമ്പോൾ, നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിന്നെ മാനിക്കുവാൻ, നിന്റെ മേലെഴുത്തിനെ മാറ്റി ഉന്നതമായ നിലവാരത്തിൽ നിന്നെ എത്തിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ വിചാരങ്ങളും ഒരിക്കലും നിനക്ക് അളക്കാൻ കഴിയത്തില്ല കുഞ്ഞെ. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാം. നിനക്ക് വേണ്ടി കരുതുവാൻ, നിനക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുവാൻ, നിന്നെ ആദരിക്കുവാൻ, നിന്നെ മാനിക്കുവാൻ, നിനക്ക് എതിരെ ഉയരുന്ന നാവിനെ അടക്കുവാനൊക്കെ കർത്താവിന് കഴിയും. അതുകൊണ്ട് എല്ലാ ഭാരങ്ങളും, എല്ലാ വിഷമങ്ങളും, എല്ലാ വേദനകളും, എല്ലാ നെടുവീർപ്പും, എല്ലാ നിന്നയും കർത്താപ്പച്ചൻ്റെ കരത്തിൽ കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ, സമർപ്പിക്കാൻ തയ്യാറാകുമ്പോൾ, അപ്പൻ അത് ഏറ്റെടുത്ത് ഏറ്റവും ഭംഗിയായിട്ട് സകലതും ചെയ്തെടുക്കുവാൻ തക്കോണം ഇടയായിത്തീരും.